നമുക്ക് കരിമീൻ വാഴയിലയിലിട്ട് വറുത്തെടുത്താലോ? വാ നമുക്ക് പോകാം. ഈ സാധനമൊക്കെ വേണം കേട്ടോ, മറക്കല്ലേ. നമുക്കിനി ജാറെടുക്കാം. ജാറിലോട്ട് വേപ്പിലയും കൊച്ചുള്ളിയും എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കുരുമുളകും ജീരകവും കൂടി ഇട്ടിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞിട്ട് 1 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറേ എടുക്കേണ്ട ആവശ്യമില്ല, 1 സ്പൂണിൻ്റെ പകുതി, കുറച്ച് മഞ്ഞൾപ്പൊടിയും എന്നിട്ട് മല്ലിപ്പൊടി അതും കുറച്ചെടുത്താൽ മതി, കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി, 1 സ്പൂൺ എടുക്കല്ലോ കേട്ടോ, ഉപ്പ് കുറച്ച് മതി, ഉപ്പും എന്നിട്ട് 1 ഗ്ലാസിൻ്റെ ഹാഫ് വെള്ളവും കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പേസ്റ്റ് റെഡിയായി. 2 വാഴയിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലോട്ട് ആ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ ആ പേസ്റ്റ് മീനിലോട്ട് നന്നായിട്ട് പിടിച്ച് കഴിയുമ്പോൾ, വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മസാലയും അതൊക്കെ ഇരിക്കുമ്പോൾ അല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഞാനിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം എടുക്കും, എന്നാലും അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് കുറച്ച് സമയം എടുക്കും കേട്ടോ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് നേരം മാറ്റി വെച്ചായിട്ട് നമുക്ക് പിന്നെയും ഒരു പശു കൂടി എടുത്ത് അതൊന്ന് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇലയിലോട്ട് വെച്ചിട്ട് അതിനെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് വാഴയുടെ തന്നെ വാഴവള്ളിയും കൊണ്ട് തന്നെ നമുക്കത് കെട്ടണം. പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് കെട്ടണം. കെട്ടണതിന് മുമ്പ് കുറച്ച് എണ്ണ ഒഴിച്ചേക്കണേ, ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. കുറച്ച് എണ്ണ മീനിൻ്റെ മുകളിൽ തന്നെ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മീനെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് വാഴവള്ളി ഇട്ട് അതിനെ കെട്ടണം. 2 വശം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും പൊതിഞ്ഞാൽ മതി, കൂടുതൽ പൊതിയൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. സിമ്മിലിട്ടാലും കുഴപ്പമില്ല, ഹൈ ഫ്ലെയിമിലിട്ടാലും കുഴപ്പമില്ല. കുറച്ച് എണ്ണ, കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ മീൻ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമില്ല, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ചൂടായി കഴിയുമ്പോൾ വേപ്പില കഴുകി പൊളിക്കാതെ തന്നെ അതിൻ്റെ തണ്ടോടുകൂടെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൊതിഞ്ഞ് വെച്ച മീനയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ മീൻ വേവാൻ റെഡിയായി. എന്നിട്ട് നമുക്ക് മീനൊന്ന് ചരിച്ചിടണേ, എന്ന് വെച്ചാൽ തിരിച്ചും മറിച്ചും ഇടണം, അപ്പുറത്തും ഇപ്പുറത്തും വേവാൻ വേണ്ടി. അങ്ങനെ ഞാൻ 2 പൊതിയും കൂടി പൊതിഞ്ഞ് വെച്ചു. അങ്ങനെ ഞങ്ങൾ 2 പൊതിയും കൂടി വെന്തും കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ. സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത്, വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.